ഹലോ, മോഡുലേഷൻ്റെ MCQസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ AM കാരിയർ പവർ ഡിപ്പെൻഡ്സ് ഓൺ AMനകത്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് കാരിയർ പവർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാരിയർ പവർ എന്ന് പറയുന്നത് എന്താണ്? PC ആണ് കേട്ടോ. അതെന്താണ്? അത് VC² ആണെന്നാണ് നമ്മൾ പറയുക. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. VC എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണോ? ഇല്ല, മോഡുലേഷനായിട്ട് ബന്ധമില്ല. മോഡുലേറ്റിംഗ് സിഗ്നലായിട്ട് അതിന് ബന്ധമില്ല കാരിയറിന്. മോഡുലേഷൻ ഇൻഡെക്സും അല്ല, കാരിയർ ആംപ്ലിറ്റ്യൂഡാണ് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരിയർ പവർ ഇസ് ഫിക്സഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോഡുലേഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ AM ഇൻഫർമേഷൻ ഇസ് ക്യാരിഡ് ഇൻ. ഇൻഫർമേഷൻ എവിടെയാണ് ഉണ്ടാവുക? AMനകത്ത്. AMൻ്റെ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FC എന്ന് പറയുന്ന കാരിയർ ഫ്രീക്വൻസിയിൽ VC എന്ന് പറയുന്ന കാരിയർ സിഗ്നൽ ഉണ്ടാവും. പിന്നെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് FC പ്ലസ് FM-ൽ ഒരു VM ഉണ്ടാവും. അതേപോലെ തന്നെ FC മൈനസ് FM-ൽ ഒരു VM ഉണ്ടാവും. VM ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? VM/VC എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് VMനെ M/VC എന്നും പറയാം. ഓക്കെ, അപ്പോൾ M/VC ആയിട്ട് നമുക്കിതിനെ എഴുതാം കേട്ടോ. VM is equal to M/VC ആയിട്ടും എഴുതാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇൻഫർമേഷൻ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന അവിടെയാണ് എന്തുള്ളത്? ഇൻഫർമേഷൻ ഉള്ളത്. കാരിയറിനകത്ത് ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഭാഗങ്ങളെ പറയുന്ന പേരെന്ത്? FC മൈനസ് FM-ലും FC പ്ലസ് FM-ലും ഉള്ള ബാൻഡുകൾ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതാണ് സൈഡ് ബാൻഡുകൾ. ഓക്കെ, അപ്പോൾ കാരിയറിലല്ല, സൈഡ് ബാൻഡുകളിലാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക. ഫ്രീക്വൻസി ഡീവിയേഷനിലല്ല, ഫേസ് ഓഫ് കാരിയറിലും അല്ല. ഓക്കെ, അടുത്തത് PM മോഡുലേഷൻ ഇൻഡെക്സ് ഇൻക്രീസസ് വിത്ത്. ഓക്കെ, PM മോഡുലേഷൻ ഇൻഡെക്സ് എങ്ങനെയാണ് കൂടുക? അത് PM മോഡുലേഷൻ ഇൻഡെക്സ് ബീറ്റ PM എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും എന്തിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും. ഓക്കെ, അപ്പോൾ മെസ്സേജ് ആംപ്ലിറ്റ്യൂഡ് ഓൺലി അല്ല, മെസ്സേജ് ഫ്രീക്വൻസി ഓൺലി അല്ല, ബോത്ത് മെസ്സേജ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് മെസ്സേജ് ഫ്രീക്വൻസി. ഓക്കെ, അടുത്ത ചോദ്യം. The best method for long distance high frequency communication is AM ആണോ? AM അത്ര നല്ല മെത്തേഡ് അല്ല. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡബിൾ സൈഡ് ബാൻഡും കാരിയറും കൂടെ ഉള്ളത്, ഫുൾ കാരിയറും കൂടെ ഉള്ളത്. അത് അത്ര നല്ല മെത്തേഡ് അല്ല. FM ഫ്രീക്വൻസി മോഡുലേഷനും അത്ര നല്ല മെത്തേഡ് അല്ല. SSB ആണ് ഉള്ളതിൽ. ഇപ്പോൾ എന്നെ ASKയും പറ്റില്ല. കാരണം എന്താ? ASKയ്ക്കകത്ത് നല്ലോണം ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവിടെ മോഡുലേഷൻ നടക്കുക, അല്ലേ? അതായത് ASK എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഒരു സിഗ്നൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ചില സമയത്ത് വരും, 0 ആണെങ്കിൽ വരില്ല, പിന്നെ ബാക്കിയുള്ള സമയത്ത് വരും. അതായത് ഇത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1 0 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് ASKയ്ക്കകത്ത്. അതായത് 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കുറേ ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു സിഗ്നലായിട്ട്, 0നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഇല്ലാത്ത സിഗ്നലായിട്ട്, വീണ്ടും അടുത്ത 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കുറേ ആംപ്ലിറ്റ്യൂഡ് ഉള്ള സിഗ്നലായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ നല്ലോണം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് പറ്റില്ല, കാരണം നല്ലോണം നോയ്സ് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ SSBക്കകത്താണെങ്കിൽ അതെന്ത് ചെയ്യും? ബാൻഡ് വിഡ്ത്ത് സേവിങ് ഉണ്ട് അവിടെ. SSB എന്ന് പറഞ്ഞാൽ എന്താണ്? AM-ത്തെ ഈ FCയും FC പ്ലസ് മൈനസ് FM-ഉം FC പ്ലസ് FM ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 3 ബാൻഡുകൾ ഉണ്ടല്ലോ, 2 സൈഡ് ബാൻഡും ഒരു കാരിയർ ഫ്രീക്വൻസി ഉണ്ടല്ലോ. ഈ ഒരു കാരിയർ ഫ്രീക്വൻസിനെയും ഒരു സൈഡ് ബാൻഡിനെയും വേണ്ടാന്ന് വയ്ക്കും നമ്മൾ. ഓക്കെ, എന്നിട്ട് ഒരൊറ്റ സൈഡ് ബാൻഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്ത് സേവിങ് നല്ലോണം ഉണ്ട്, പവർ സേവിങ്ങും വളരെ നല്ലോണം ഉണ്ട്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിക്കുന്ന AM-ൽ ആരാണ്? കാരിയറാണ്. അതിനകത്തോട്ട് ഇൻഫർമേഷനും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഉള്ളതിൽ തമ്മിൽ ഭേദം ആരാണ്? SSB ആണ്. സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷനാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് സേവിങ്ങിനും പവർ സേവിങ്ങിനും. അടുത്ത ചോദ്യം. വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻസി? ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇവിടെ 16 QAM-നാണ് ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹയർ ഓർഡർ QAM ആണെങ്കിൽ കൂടുതൽ ബിറ്റ്സ് പെർ സിമ്പിൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻസി കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരിക എന്ന്.
അപ്പോൾ നമുക്ക് കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഒന്ന് നോക്കി നോക്കാം. ഇത് BPSKയുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ആണ്. BPSKക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു സിമ്പിളിൽ എത്ര ബിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 0ഉം 1ഉം മാത്രമല്ല, ആകെ രണ്ട് ഫേസ് ഡിഫറൻസുകളെ വരുന്നുള്ളൂ, 0 ഡിഗ്രിയും 180 ഡിഗ്രിയും അല്ലേ. അതുകൊണ്ട് തന്നെ 0ഉം 1ഉം ആകെ ഒരേ ഒരു ബിറ്റ് പെർ സിമ്പിൾ വരുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് QPSK ആണ്. QPSK എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്. അതായത് ഇത് 0 ആണ്, ഇത് 0 1 ആണ്, ഇത് 1 0 ആണ്, ഇത് 1 1 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻ ഫേസും ക്വാഡ്രേച്ചർ ഫേസും ഉള്ള കോമ്പണൻസ് നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു സിമ്പിളിനകത്ത് എത്ര ബിറ്റുകൾ വന്നു? 2 ബിറ്റുകൾ വന്നു. ഇവിടെ ഇത് 8 PSK ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 000 മുതൽ 111 വരെയാണ് ഇവിടെ പോകുന്നത്. അതായത് ഇത് 3 ബിറ്റാണ് പെർ സിമ്പിൾ. ഓക്കെ, 3 ബിറ്റ്സ് പെർ സിമ്പിൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും QPSKയേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ആ ബാൻഡ് വിഡ്ത്ത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇത് 16 QAM ആണ്. 16 QAM പറഞ്ഞാൽ എന്താണ്? ഒരു ബിറ്റ് 0000 ആണെങ്കിൽ അവിടെ മുതൽ 1111 വരെയുള്ള എത്രയും എത്ര എണ്ണം വന്നു? അപ്പോൾ 16 എണ്ണം വന്നു. ഓക്കെ, 16 ഡിഫറെൻറ്റ് സിമ്പിൾസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 16 ഡിഫറെൻറ്റ് ഫേസസും വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ആംപ്ലിറ്റ്യൂഡും ഫേസും ഡിഫറൻസ് വെച്ചിട്ട്. QAM അല്ലേ, ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ 16 QAMനകത്ത് 4 ബിറ്റ് പെർ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താണ്? ഇതൊരു 64 QAM ആണ്. 64 QAM നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നെങ്കിൽ അതായാനേ ഉത്തരം അല്ലേ. ഹയർ ഓർഡർ QAM വരുംതോറും അത്രയും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. കാരണം എന്താണ്? ഇവിടെ ഒരു ബിറ്റ്, ഒരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ 6 ബിറ്റെങ്കിലും വേണം. 000 മുതൽ 111 വരെ വേണം. ഓക്കെ, എന്നാലേ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 64 QAM ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നതിനെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത്, വിച്ച് പൾസ് മോഡുലേഷൻ റിക്വയർസ് സിങ്ക്രണൈസേഷൻ? സിങ്ക്രണൈസേഷൻ വേണ്ട പൾസ് മോഡുലേഷൻ ടെക്നീക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. PAM അല്ല, PWM അല്ല, PPM ആണ്. ഓക്കെ, PCM അല്ല. അപ്പോൾ PPMനകത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിസീവർ മസ്റ്റ് നോ വെൻ ഈച്ച് ഫ്രെയിം ബിഗിൻസ് ടു ഇന്റർപ്രീറ്റ് പൾസ് പൊസിഷൻസ് കറക്റ്റ്ലി. ഓക്കെ, എന്താണ് സംഭവം നോക്കാം. ഓക്കെ, നമുക്കൊരു PPM ഉണ്ട്. PPM എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് നോക്കൂ. മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്. നമ്മൾ PWM ജനറേറ്റ് ചെയ്തു. PWM എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൾസ് വിട്ട് മോഡുലേഷൻ ആണ്. പൾസ് വിട്ട് മാറിക്കൊണ്ടിരിക്കും എന്തനുസരിച്ചിട്ട്? ആംപ്ലിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച്. കണ്ടോ, ഏറ്റവും കൂടുതൽ പൾസ് വിട്ട് വന്നിട്ടുള്ളത് ഇവിടെയാണ് അല്ലേ. ഇവിടെയല്ലേ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, ഏറ്റവും കുറവ് പൾസ് വിട്ട് വന്നിട്ടുള്ളത് ഇവിടെയാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടെയല്ലേ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കുറവുള്ളത്. ഓക്കെ, ഇനി PPM എങ്ങനെ കണ്ടുപിടിക്കും? PWMത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഓരോ, കണ്ടോ, ഇങ്ങോട്ട് വരുന്ന ട്രെയിലിംഗ് എഡ്ജ് വെച്ചിട്ടാണ്, അവിടെ വെച്ചിട്ടാണ് ഒരു പൾസ് ഉണ്ടാവുന്നത്. അടുത്ത ട്രെയിലിംഗ് എഡ്ജ് വരുമ്പോൾ എന്താണ്? അടുത്ത ഒരു പൾസ് ഉണ്ടാവുന്നു. അടുത്ത ട്രെയിലിംഗ് എഡ്ജിൽ അടുത്ത പൾസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഇവിടെ സിങ്ക്രണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ PPMനാണ് നമുക്ക് സിങ്ക്രണൈസേഷൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും വേണ്ടത്. ഓക്കെ, എന്നാലേ കൃത്യമായിട്ട് നമുക്ക് ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻക്രീസിങ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഇൻക്രീസസ്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമ്പിൾ എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് PCMനെ കുറിച്ചാണ് ചോദിക്കുന്നത്. PCMൻ്റെ ബിറ്റ് റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ FS എന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ഫ്രീക്വൻസി ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്തനുസരിച്ച് കൂടും? നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ അനുസരിച്ച് കൂടും. ഈ ബിറ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? ബാൻഡ് വിഡ്ത്തും കൂടും. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഇൻക്രീസസ് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഇൻ PCM. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡെൽറ്റ മോഡുലേഷൻ യൂസസ്. ഡെൽറ്റ മോഡുലേഷൻ എന്താണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. മൾട്ടിപ്പിൾ ക്വാണ്ടൈസേഷൻ ലെവൽസ് ആണോ? അല്ല. സിംഗിൾ ബിറ്റ് ക്വാണ്ടൈസേഷൻ ആണോ? അതെ കേട്ടോ. അതിനകത്ത് ഒരു 1 ബിറ്റ് അപ്പ് ഓർ ഡൗൺ ക്വാണ്ടൈസേഷൻ ആണ് ഉപയോഗിക്കുക. അത് സിഗ്നൽ സ്ലോപ്പിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം ഫിഗർ. ഇതിനകത്ത് കണ്ടേ, നോക്കിയേ, ഇതൊരു ഡെൽറ്റ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. അതായത് ഈ സിഗ്നലിനെ x(t)നെ നമ്മൾ മോഡുലേറ്റ് ചെയ്യാൻ പോകണേ, ഡെൽറ്റ മോഡുലേറ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ എങ്ങനെ വരും നോക്കൂ. ഇവിടെ ആദ്യം
നമ്മളൊരു സിഗ്നൽ വെച്ച് തുടങ്ങിട്ടോ, ഇവിടെ വെച്ച് തുടങ്ങി. പിന്നെ അടുത്ത ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇത് കൂടിയല്ലേ വരുന്നത്, കൂടി വരുന്തോറും അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ വന്നു, ഒരു സ്റ്റെപ്പ് അടുത്തത് കൂടി ഇവിടം വരെ കൂടിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് എന്താ, ഡിക്രീസിങ് ആണ് കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു സിംഗിൾ സ്റ്റെപ്പ്, ഓക്കെ, സിംഗിൾ ബിറ്റിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, കുറയുന്നത്. ഓക്കെ, സിംഗിൾ ബിറ്റ് ക്വാണ്ടൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, അപ്പ് ഓർ ഡൗൺ സിംഗിൾ ബിറ്റ് ക്വാണ്ടൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അടുത്തത് ഡെൽറ്റ മോഡുലേഷൻ ഓവർകംസ് ഗ്രാനുലാർ നോയ്സ് ബൈ. ഗ്രാനുലാർ നോയ്സ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ വളരെ സ്ലോലി വേരിയിങ് സിഗ്നൽസിനാണ് ഈ ഗ്രാനുലാർ നോയ്സ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ സ്റ്റെപ്പ് സൈസ് കൂട്ടും. ഓക്കെ, അപ്പോൾ ഗ്രാനുലാർ നോയ്സ് occurs for slowly varying signals. Increasing the step size reduces the over correction. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാനുലർ നോയ്സ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, സ്റ്റെപ്പ് സൈസ് കൂട്ടിയാൽ മതി. ഓക്കെ, ഡെൽറ്റ മോഡുലേഷനകത്ത്. അടുത്ത ചോദ്യം, പൾസ് മോഡുലേഷൻ വിത്ത് ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത്. ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഉള്ള പൾസ് മോഡുലേഷൻ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് PCM ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ് ആർക്കാണ്, PPAM-നാണ്. ഓക്കെ, PAM ആണ് ഏറ്റവും ലീസ്റ്റ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ്. PWM-ഉം PPM-ഉം ഏകദേശം ഒരു മീഡിയം ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻ്റ് ആണ്. ഇവിടെ ആണെങ്കിലോ ഹയസ്റ്റ് വരുന്നത് PCM-നാണ്. ഓക്കെ, പൾസ് കോഡ് മോഡുലേഷൻ ആണ് ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഇൻ pulse modulation techniques. ഓക്കെ, ലീസ്റ്റ് PAM-നുമാണ്. PCM യൂസസ് ബൈനറി എൻകോഡിംഗ്. അപ്പോൾ ഹൈ ബിറ്റ് റേറ്റ് ഉണ്ട് അവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിറ്റ് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ബാൻഡ്വിഡ്ത്തും കൂടും. ഓക്കെ, അടുത്ത ചോദ്യം, in flat top sampling distortion due to hold is called. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ്ങിൽ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു ഹോൾഡിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ, അപ്പർച്ചർ ഇഫക്റ്റ് എന്നാണ്. അപ്പർച്ചർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ഉണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസി കണ്ടന്റ് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഈ അപ്പർച്ചർ ഇഫക്റ്റ് കാരണം അതിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതിനെയാണ് ഈ അപ്പർച്ചർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, SSB generation using filters is difficult. ഫിൽട്ടർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് SSB ജനറേഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്ത അറിയോ, ഫിൽട്ടേഴ്സ് ആർ എക്സ്പെൻസീവ്. അതല്ല കാരണം, ഷാർപ്പ് കട്ട് ഓഫ് ഫിൽട്ടേഴ്സ് ആർ റിക്വയർഡ്. അതാണ് കാരണം. കാരണം എന്താ അറിയോ, ഈ LSB USB ഒക്കെ നമുക്കറിയാം, അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട് ഇവിടെ, ലോവർ സൈഡ് ബാൻഡ് ഇവിടെ ഉണ്ട്, ഇവിടെ കാരിയർ ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ, സെൻറ്റർ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയണം, ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് ബാൻഡ് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പം ഇത് രണ്ടും വളരെ അടുത്തടുത്തായിരിക്കും. ഇതിൽ ഒരെണ്ണം ആവശ്യമുള്ളതോ ഒരെണ്ണം ആവശ്യമില്ലാത്തതോ ആയിരിക്കും. അപ്പം ഇത് വളരെ അടുത്തടുത്തായതുകൊണ്ട് നമ്മുടെ കട്ട് ഓഫ് വളരെ ഷാർപ്പായെങ്കിൽ മാത്രമേ, അതായത് നല്ല ഹൈ ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, ക്യൂ ഫാക്ടർ ഹൈ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡിസൈൻ ചെയ്തെടുക്കാൻ വലിയ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസീസ് ഒക്കെ എത്തുമ്പോൾ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ് അത് ഡിസൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഷാർപ്പ് കട്ട് ഓഫ് ഫിൽറ്റേഴ്സ് റിക്വയർഡ് ആയതുകൊണ്ട് നമ്മൾ SSB ജനറേഷൻ എന്ത് ചെയ്യില്ല, ഫിൽട്ടർ മെത്തേഡ് ഉപയോഗിക്കില്ല. അടുത്തത്, the main disadvantage of DSB-SCS. DSB-SC പറഞ്ഞാൽ എന്താണ്, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഓക്കെ, ഇതിനകത്ത് എന്താ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇവിടെ കോഹിറൻറ്റ് ഡിറ്റക്ഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്. കോഹിറൻറ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ട്രാൻസ്മിറ്ററിനകത്ത് ഒരു കാരിയർ ഉണ്ടാവില്ലേ, അതേ കാരിയർ സെയിം ഫ്രീക്വൻസിയും ഫേസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസീവറിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ഇതിനെ മര്യാദയ്ക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീമോഡുലേഷൻ്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇൻഎഫിഷ്യൻസി അല്ല, ഡിഫിക്കൽട്ടി ഇൻ ഡീമോഡുലേഷൻ ആണ് ഏറ്റവും പ്രശ്നം. ഓക്കെ, ഇറ്റ് റിക്വയർസ് കോഹിറൻറ്റ് ഡിറ്റക്ഷൻ. റിസീവർ മസ്റ്റ് ജനറേറ്റ് കാരിയർ വിത്ത് സെയിം ഫേസ് ഓർ ഫ്രീക്വൻസി വിച്ച് ഇസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ FM ഇൻക്രീസിംഗ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വൈൽ കീപ്പിംഗ് ഡീവിയേഷൻ കോൺസ്റ്റന്റ് എന്ത് സംഭവിക്കും? അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഡീവിയേഷനെയാണ് പറയുന്നത്. ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ FM ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, FM കൂട്ടിയിട്ട് ഡെൽറ്റ എഫ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു.
ഓക്കെ. എഫ് എം കൂട്ടിയിട്ട് ഡെൽറ്റ എഫ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ ബീറ്റയ്ക്ക് എന്ത് സംഭവിക്കും? ബീറ്റ കുറയും നാച്ചുറലി അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക? ബീറ്റ എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ ബീറ്റ ഡിക്രീസസ്, അതായത് ഇറ്റ് ഡിക്രീസസ് എ മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ. അടുത്ത ചോദ്യം, നോയ്സ് ട്രയാങ്കിൾ അപ്ലൈസ് ടു. നോയ്സ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അത് എഫ് എമ്മിന് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എഫ് എമ്മിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസീസിലുണ്ടല്ലോ നല്ലോണം നോയ്സ് കയറി വരും. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഹൈ ഫ്രീക്വൻസീസ് എത്തുമ്പോൾ നോയ്സ് കയറി വരും. എഫ് എമ്മിന് ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടാവുക, അത് നോയ്സ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രീ എംഫസിസും ഡി എംഫസിസും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. പ്രീ എംഫസിസ് എന്ന് പറയുന്ന സർക്യൂട്ട് നമ്മൾ മോഡുലേറ്ററിനകത്തും ഡി എംഫസിസ് എന്ന് പറയുന്ന സർക്യൂട്ട് നമ്മൾ റിസീവറിനകത്തും യൂസ് ചെയ്യും. ഓക്കെ. ഒന്ന് ട്രാൻസ്മിറ്ററിലും ഒന്ന് റിസീവറിലും ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ നമ്മളിവിടെ അഫക്റ്റ് ചെയ്യാതെ നോക്കുന്നത്. ഓക്കെ. നോയ്സ് ട്രയാങ്കിൾ അപ്ലൈസ് ടു എഫ് എം ആൻഡ് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഈസ് കറക്റ്റഡ് യൂസിങ് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് ഇൻ എഫ് എം. ഓക്കെ. അടുത്ത ചോദ്യം, which FM demodulator is based on frequency dependent phase shift? അതായത് ഫേസ് ഡിസ്ക്രിമിനേറ്റർ ഏതാന്നാ ചോദിക്കുന്നത്. ഏതാ? ഫോസ്റ്റർ സീലി അല്ലേ? നമുക്കറിയാം ഫേസ് ഡിസ്ക്രിമിനേറ്ററിനെയാണ് ഈ ചോദിക്കുന്നത്, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ ഫേസ് ഡിസ്ക്രിമിനേറ്റർ ഏതാണ്? ഫോസ്റ്റർ സീലി ഡിസ്ക്രിമിനേറ്റർ ആണ്. 16 ഫോസ്റ്റർ സീലി ഡിസ്ക്രിമിനേറ്റർ ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, FSK is preferred over ASK in noisy channels because. ASK എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ആണ്. ആംപ്ലിറ്റ്യൂഡ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ടാണല്ലോ ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്തെടുക്കുന്ന. ASK മോഡുലേഷൻ തന്നെ എന്താണ്? ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് അവിടെ മോഡുലേഷൻ നടക്കുന്നത് തന്നെ. ഓക്കെ. അപ്പോൾ നോയ്സും കൂടെ കയറി വന്നാലോ? ആവശ്യമില്ലാത്തവിടത്തൊക്കെ നോയ്സ് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും അത് സിഗ്നലാണെന്ന്. നോയ്സ് അല്ല, സിഗ്നലാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായി? അവിടെ ഭയങ്കര നോയ്സി ആയി, നമ്മൾ ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ASK ഭയങ്കരമായിട്ട് നോയ്സി ചാനൽസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ FSK ആണ് പ്രിഫർ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? ASKക്കകത്ത് ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് നോയ്സ് അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. FSKയിൽ ഫ്രീക്വൻസി വേരിയേഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവം? ഫ്രീക്വൻസി ഈസ് ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ്. ഫ്രീക്വൻസിനെ അത്ര എഫക്റ്റ് ചെയ്യൂല നോയ്സ്. ഓക്കെ. ഫ്രീക്വൻസി ഈസ് ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ്. ആംപ്ലിറ്റ്യൂഡ് നോയ്സ് ഡസ് നോട്ട് അഫക്റ്റ് ഫ്രീക്വൻസി. FSK ഈസ് മോർ റോബസ്റ്റ് ഇൻ നോയ്സി എൻവയോൺമെന്റ്. ഓക്കെ. അടുത്ത ചോദ്യം, BFSK can be demodulated using. BFSKനെ എങ്ങനെയൊക്കെ ഡീമോഡുലേറ്റ് ചെയ്യാം? എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണോ? എൻവലപ്പ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. ഇനി ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ ആണോ? അതെ, ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് BFSK ഡീമോഡുലേറ്റ് ചെയ്യാം. അതായത് നോൺ കോഹിറന്റ് FSK ഡിറ്റക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നോൺ കോഹിറന്റ് FSK ഡിറ്റക്ഷൻ യൂസസ് ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ. ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ ആണ് എന്തിൽ ഉപയോഗിക്കുക? BFSKയിൽ ഉപയോഗിക്കുക. ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിൽ ഉപയോഗിക്കുക. ഓക്കെ. അടുത്തത്, QPSK carries how many bits per symbol? ഇത് നമ്മൾ ആദ്യം കണ്ട ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിൽ കണ്ടതാണ്. എന്താണ്? എത്ര സിഗ്നൽസ് ഉണ്ടാവും? അതായത് ഒരു സിഗ്നൽ ഇവിടെ, ഒന്നിവിടെ അല്ലേ? അപ്പോൾ 4 സിമ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റുകൾ വേണം? 2 ബിറ്റ് വേണം അല്ലേ? 0 0 0 1 1 0 1 1. അപ്പോൾ 2 ബിറ്റെങ്കിലും വേണ്ടേ? അപ്പോൾ 2 bits per symbol ആണ് അത് ഉപയോഗിക്കുക. B ആണ് ഉത്തരം. അടുത്ത ചോദ്യം, PSK requires what kind of detection at the receiver? എന്ത് ടൈപ്പ് ഡിറ്റക്ഷൻ ആണ് PSKക്ക് വേണ്ടത്? അതിന് കോഹിറന്റ് ഡിറ്റക്ഷൻ തന്നെ വേണം. കാരണം എന്താണ്? കാരിയറിന്റെ ഫേസ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്താലേ, നമുക്ക് ട്രാക്ക് ചെയ്താലേ ഇത് കിട്ടുള്ളൂ അല്ലേ? തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? PSK എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇപ്പോൾ 1 ഉണ്ട് 0 ഉണ്ട് കേട്ടോ. 1 ഉണ്ട് 0 ഉണ്ട് 1 ഉണ്ട്. ഓക്കെ. അപ്പോൾ 1നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. 0നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 1 കഴിഞ്ഞിട്ട് 0 വന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഫേസ് ഷിഫ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവണം. അങ്ങനെ അത് കിട്ടണമെങ്കിൽ കാരിയർ വരേക്ക് ട്രാക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. കാരിയർ അവിടെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ളൊരു കാരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ കാരിയറിൽ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് വന്നു, അതെ, അപ്പം സിമ്പിൾ മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തായിരിക്കണം? കാരിയറിൻ്റെ ഫേസ് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം. എന്നാലേ അതിനെയാണ് കോഹിറന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കാരിയറിനെയും കൂടെ അതേപോലെ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ കോഹിറന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്,
വിച്ച് റിക്വയർസ് എ ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഫോർ ദ സെയിം ബിറ്റ് റേറ്റ്. സെയിം ബിറ്റ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഏതിനാണ് കൂടുതൽ ആവശ്യമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ആർക്കായിരിക്കും ആവശ്യം ഉണ്ടാവുക? FSK ആയിരിക്കും ആവശ്യം ഉണ്ടാവുക കേട്ടോ. ASKയുടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2 RB ആണെന്ന് നമ്മൾ പറയുക. അതേപോലെ BPSKയുടെയും 2 RB ആണ്. ഇതൊന്നും അറിഞ്ഞു വെക്കുക കേട്ടോ. RB എന്ന് പറയുന്നത് ബിറ്റ് റേറ്റ് ആണ്. FSKയുടെ 2 RB പ്ലസ് ഡെൽറ്റ എഫും കൂടെ വരും. ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിനെയാണ് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഫോർ സെയിം ബിറ്റ് റേറ്റ്. RB കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബിറ്റ് റേറ്റ് അപ്പോൾ ആർക്ക് വന്നു? FSKക്കകത്ത് വന്നു. ഓക്കെ, 2 RB പ്ലസ് ഡെൽറ്റ എഫ് വരുന്നതുകൊണ്ട് അവിടെ ബാൻഡ്വിഡ്ത്ത് കൂടുതൽ ആർക്കാണ്? FSKക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. എറർ പ്രോബബിലിറ്റി ഓഫ് BPSK ഇൻ AWGN അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് ഉള്ള സമയത്ത് അവിടെയുള്ള എറർ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ASKയേക്കാളും കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ BPSK കുറെ കൂടെ റോബസ്റ്റ് ആണ്. അതായത് അതിന് ബിറ്റ് എറർ റേറ്റ് കുറവാണ് ASKയെക്കാട്ടിലും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ലോവർ ദാൻ ASK എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എറർ പ്രോബബിലിറ്റി ഒന്ന് നോക്കി നോക്കാം. അതായത് ASKയുടെ പ്രോബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞാൽ Q ഓഫ് എന്ന് പറയുന്ന Q ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. Q ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ടല്ലോ, Q ഓഫ് എക്സ്, ഈ എക്സ് കൂടുന്തോറും Q ഓഫ് എക്സ് കുറയും. അപ്പോൾ എക്സ് കുറയുമ്പോഴോ Q ഓഫ് എക്സ് കൂടും. ഓക്കെ, അപ്പോൾ Q ഓഫ് റൂട്ട് ഓഫ് AC² TB by 4NO ആണ് എന്ന് പറഞ്ഞാൽ NO എന്ന് പറഞ്ഞാൽ നോയ്സ് പവർ ആണ്, TB എന്ന് പറഞ്ഞാൽ ബിറ്റ് ഡ്യൂറേഷൻ ആണ്, AC എന്ന് പറഞ്ഞാൽ കാരിയർ പവർ ആണ് കേട്ടോ, കാരിയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ അടുത്തത് PSKയുടെ ആണെങ്കിലോ Q ഓഫ് AC² TB by 4NO മാറി NO മാത്രമായി. ഇനി അടുത്തത് FSKയുടെ ആണെങ്കിലോ താഴെ 2NO മാത്രമായി. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഈ റൂട്ട് ഓഫ് എന്ന് പറയുന്ന ആൾക്കാരെ ഒന്ന് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എടുത്തൊന്ന് എഴുതി നോക്കാം, ഡിസെൻഡിങ് ഓർഡറിൽ ഒന്ന് എടുത്ത് എഴുതി നോക്കാം, ഏറ്റവും കൂടുതലിൽ നിന്ന് കുറവിലേക്ക്. ഓക്കെ, അപ്പോൾ കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ കുറവുള്ള ആളാണ് ഏറ്റവും വലിയ ആൾ അല്ലേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയ ഡിനോമിനേറ്റർ, അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ള ആൾ. ഓക്കെ, ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ Q ഓഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇയാൾക്കായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇയാൾ വരും, അത് കഴിഞ്ഞിട്ട് ഇയാൾ വരും. ഓക്കെ, അപ്പോൾ ആരാണ് ഇയാൾ? 4NO താഴെ വന്ന ആളാരാ? ASK ആണ്. ASKക്കകത്താണ് മാക്സിമം പ്രോബിലിറ്റി ഓഫ് എറർ ഉള്ളത്. ASK കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് FSK ആണ്. അത് കഴിഞ്ഞിട്ടാണ് PSK വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ PSKക്കാണ് ഇവിടെ തമ്മിൽ ഭേദം. ASK PSK FSKയിൽ തമ്മിൽ ഭേദപ്പെട്ട പ്രോബിലിറ്റി ഓഫ് എറർ ഉള്ളത് ആർക്കാണ്? PSKക്കാണ്. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത ചോദ്യം. Coherent BFSK uses which type of detection? Coherent BFSK ആണെങ്കിൽ BFSK രണ്ട് തരത്തിൽ ഡിറ്റക്ട് ചെയ്യാം. കോഹിറന്റ് ഡിറ്റക്ഷനും ഉണ്ട്, നോൺ കോഹിറന്റ് ഡിറ്റക്ഷനും ഉണ്ട്. കോഹിറന്റ് ഡിറ്റക്ഷൻ ആണെങ്കിൽ എന്താണ് യൂസ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. എൻവലപ്പ് ഡിറ്റക്ടർ ആണോ? അല്ല. മാച്ച്ഡ് ഫിൽട്ടർ ഓർ കോറിലേറ്റർ ആണോ? അതെ. ഓക്കെ, മാച്ച്ഡ് ഫിൽട്ടർ ഓർ കോറിലേറ്റർ ഡിറ്റക്ഷൻ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? കോഹിറന്റ് BFSKക്കകത്ത് ഉപയോഗിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. നോൺ കോഹിറന്റ് BFSK. നോൺ കോഹിറന്റ് BFSK എന്ന് പറഞ്ഞാൽ എന്താണ്? BFSK നമ്മൾ എന്ത് ചെയ്യില്ല, റിസീവർ സൈഡിൽ നമ്മൾ അതുപോലത്തെ ഒരു കാരിയറിനെ ഒന്നും ജനറേറ്റ് ചെയ്യൊന്നുമില്ല, നമ്മളൊരു ഊഹാപോഹം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെ എറർ പ്രോബബിലിറ്റി കൂടുതലായിരിക്കില്ലേ? നാച്ചുറലി അല്ലേ, നമുക്ക് കണ്ടറിയാലോ. ഹയർ എറർ പ്രോബബിലിറ്റി ദാൻ കോഹിറന്റ് BFSK ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് മോഡുലേഷൻ ഈസ് ലീസ്റ്റ് സൂട്ടബിൾ ഫോർ വയർലെസ് ചാനൽസ് വിത്ത് ഫേഡിങ്? വയർലെസ് ചാനലും ഉണ്ട്, ഫേഡിങ്ങും ഉണ്ട്. ഓക്കെ, കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഏതാണ് ഒട്ടും പറ്റാത്തത്? ഒട്ടും പറ്റാത്ത ആൾ ASK ആണ്. കാരണം എന്താ? ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ വന്ന ഫേഡിങ്, ഇറ്റ് ഈസ് ഹെവിലി അഫക്റ്റഡ് ബൈ ഫേഡിങ് ആൻഡ് ASK ഈസ് മോസ്റ്റ് അൺസ്യൂട്ടബിൾ ഇൻ ദിസ്. ഓക്കെ, ഒട്ടും ചേരാത്ത ആരാണ്? ASK ആണ്. കാരണം അവിടെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ആണ്. ASKയുടെ മോഡുലേഷൻ ടെക്നിക്ക് തന്നെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ആണ്. അപ്പോൾ നോയ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലോണം എഫക്റ്റ് ആവും. ഓക്കെ, ഫേഡിങ് വന്നു കഴിഞ്ഞാൽ നല്ലോണം എഫക്റ്റ് ആവും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മോഡുലേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. താങ്ക് യു.